ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ വേഗം തന്നെ സബ്സ്ക്രൈബ് ചെയ്തോളൂ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കൂടെ ഒരു ബെല്ലൈക്കൺ വരും. അതുകൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് വെച്ചാൽ ഞാൻ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കത് മിസ് ചെയ്യാതെ കാണാൻ പറ്റും. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുമീസ് ടേസ്റ്റി കിച്ചൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് നമുക്ക് വെറും 1 മിനിറ്റ് കൊണ്ട് തന്നെ വളരെ രുചികരമായ കുൽഫി വീട്ടിൽ തയ്യാറാക്കിയെടുക്കാം. അതും നമ്മുടെ ബ്രെഡ് ഉപയോഗിച്ച്. നല്ല ടേസ്റ്റിയാണ്. എല്ലാവരും തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് നോക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 4 ബ്രെഡാണ്. ബ്രെഡിൻ്റെ സൈഡൊക്കെ കളഞ്ഞ് വെച്ചേക്കാണ്. പിന്നെ വേണ്ടത് ഏലക്ക പൊടിച്ചതാണ്. ഞാൻ ഏലക്കയുടെ കുരു എടുത്തിട്ട് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തതാണ്. ഏലക്ക പൊടി 1/2 ടീസ്പൂൺ ഏലക്ക പൊടിയാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നോക്കാം. ആദ്യം തന്നെ ഒരു മിക്സിയുടെ ജാർ എടുക്കുക. ഈ ജാറിലേക്ക് നമുക്ക് നമ്മുടെ 4 ബ്രെഡ് ഒന്ന് പൊടിച്ച് ഇട്ട് കൊടുക്കാം. ബ്രെഡ് എടുക്കുമ്പോൾ എപ്പോഴും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ബ്രെഡ് തന്നെ എടുക്കാൻ നോക്കുക. ഇനി അടുത്തതായിട്ട് ഇതിലേക്ക് ഏലക്ക പൊടിച്ചത്, ഞാൻ പറഞ്ഞില്ല 1/2 ടീസ്പൂൺ ഏലക്ക ഞാൻ കുരു എടുത്ത് പൊടിച്ചതാണ്, അതുകൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നതിന് ശേഷം 1 കപ്പ് കണ്ടൻസ് മിൽക്ക്. ഇത് ഞാൻ വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുത്ത കണ്ടൻസ് മിൽക്കാണ്. വെറും 2 മിനിറ്റ് കൊണ്ട് നമുക്ക് കണ്ടൻസ് മിൽക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കാം. ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്. കാണാത്ത കൂട്ടുകാർക്ക് വേണ്ടി ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വീട്ടിൽ എങ്ങനെയാണ് വെറും 2 മിനിറ്റിൽ കണ്ടൻസ് മിൽക്ക് തയ്യാറാക്കുന്നത് എന്ന വീഡിയോയുടെ ലിങ്ക് ഇട്ടിട്ടുണ്ട്. കാണാത്ത കൂട്ടുകാർ കാണുക. അപ്പോൾ ഒരുപാട് പേര് അതിൻ്റെ കമൻസ് അറിയിച്ചു കേട്ടോ, നല്ല ടേസ്റ്റാണെന്നും പറഞ്ഞിട്ട്. ഇനി അടുത്തതായിട്ട് പാല്, 2 കപ്പ് പാലാണ് ഞാൻ ഇതിലേക്ക് ഒഴിക്കുന്നത്. ഇനി നിങ്ങൾക്ക് ഈ കപ്പളവില്ലെങ്കിൽ സാധാരണ വീട്ടിലെ ഗ്ലാസ് എടുത്തിട്ട് അതിൽ അളന്ന് ഒഴിച്ചാൽ മതി കേട്ടോ. ഇനി അടുത്തതായിട്ട് ഞാൻ ഇതിലേക്കൊരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർക്കുന്നുണ്ട്. കുറച്ചുകൂടി ഒന്ന് മധുരം കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കണം. ഒരു 1-2 മിനിറ്റ് നമുക്ക് നന്നായിട്ട് നല്ല സ്മൂത്ത് ആവുന്ന വരെ ഒന്ന് ബ്ലെൻഡ് ചെയ്ത് എടുക്കാം. കണ്ടു, ഇത് ഞാൻ ഇപ്പോൾ 1-2 മിനിറ്റ് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുത്തു. നല്ല സ്മൂത്തായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബ്രെഡ് കുൽഫി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു പ്ലാസ്റ്റിക് കണ്ടെയ്നറിലോട്ട് ഒഴിച്ചു കൊടുക്കാം. എന്നതിന് ശേഷം നമുക്കിത് ഫ്രീസ് ചെയ്യണം. ഞാൻ കുറച്ച് നട്ട്സ് കൂടി ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള ഏത് നട്ട്സ് വേണമെങ്കിലും ചേർക്കാം. ഞാൻ കുറച്ച് പിസ്തയാണ് ഇതിൽ എടുത്തിട്ടുള്ളത്. ഇത് ഇട്ടില്ലേലും കുഴപ്പമില്ല, ഇട്ട കുറച്ചുകൂടി ടേസ്റ്റിയാണ്. അപ്പോൾ നമുക്ക് കുറച്ച് നട്ട്സ് കൂടി ഇതിനുള്ളിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ ചെറുതായിട്ട് ക്രഷ് ചെയ്തെടുത്ത നട്ട്സാണിത്. ഇനി നമുക്ക് ജസ്റ്റ് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നതിന് ശേഷം ഇത് അടച്ച് വെച്ചിട്ട് ഫ്രീസ് ചെയ്യാം. നിങ്ങൾ നോക്കുക, 6 മണിക്കൂറായിട്ട് സെറ്റ് ആയിട്ടുണ്ടെങ്കിൽ നമുക്കിത് സെർവ് ചെയ്യാം. അല്ലെങ്കിൽ ഓവർനൈറ്റ്. ഞാനിപ്പോൾ ഓവർനൈറ്റാണ് ഇത് വെക്കാൻ പോകുന്നത്. അപ്പോൾ ഞാനിത് ഫ്രീസ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഓവർനൈറ്റിന് ശേഷം ഞാൻ നമ്മുടെ കുൽഫി ഇവിടെ എടുത്തിട്ടുണ്ട്. നന്നായിട്ട് സെറ്റായിട്ടുണ്ട്. കണ്ടോ, ശരിക്കും നല്ല അടിപൊളിയായിട്ട് സെറ്റായി. അപ്പോൾ ഇത് നമുക്ക് ഇനി സെർവ് ചെയ്യാം. ഞാൻ കുറച്ച് ചൂടുവെള്ളമാണ് എടുത്തിരിക്കുന്നത്. ഒരുപാട് ചൂടുവെള്ളമല്ല, ചെറിയ ചൂടുവെള്ളം. അതിലേക്ക് ഒന്ന് ഡിപ്പ് ചെയ്ത് വെക്കുക. നമുക്ക് ഇത് റീമോൾഡായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. കുറച്ച് നേരം ഡിപ്പ് ചെയ്ത് വെക്കാവൂ, ഒരുപാട് നേരം വെക്കരുത്. എന്നിട്ട് നമുക്കൊരു പ്ലേറ്റിലോട്ട് ഇത് കമഴ്ത്തിയിട്ട് ഇതുപോലെ ഒന്ന് തട്ടി കൊടുക്കുമ്പോൾ ഇത് പ്ലേറ്റിലേക്ക് വീഴും. അപ്പോൾ ഇപ്പോഴും ഉറച്ചിരിക്കുകയാണെങ്കിൽ കുറച്ച് സമയം കൂടി ആ വെള്ളത്തിലൊന്ന് മുക്കി വെച്ചാൽ മതി. ഒരുപാട് സമയം വെക്കരുത്. അപ്പോൾ നമ്മുടെ കുൽഫി ഇവിടെ റെഡിയായി. ഇത് മുകളിൽ ഇങ്ങനെ തെളിഞ്ഞ് വന്നത് നമ്മുടെ ഏലക്കയുടെ ആ പൊടിയാണ്. അത് കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്കിത് കട്ട് ചെയ്യാം. ശരിക്കും നല്ല ടേസ്റ്റിയാണ്. മസ്റ്റായിട്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. കാരണം സിമ്പിളല്ലേ, എത്ര സിമ്പിളായിട്ടാണ് നമ്മളിത് ഉണ്ടാക്കിയെടുത്തത്. വെറും 1 മിനിറ്റ് കൊണ്ടല്ലേ ഉണ്ടാക്കിയെടുത്തത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ താഴെ ഒരു ലൈക്ക് ബട്ടൺ ഉണ്ട്. ഇപ്പോൾ തന്നെ എല്ലാവരും ആ ലൈക്ക് ബട്ടണിൽ ഒന്നമർത്തി ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക. പിന്നെ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ വേഗം തന്നെ സബ്സ്ക്രൈബ് ചെയ്തോളൂ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കൂടെ ഒരു ബെല്ലൈക്കൺ വരും. അതുകൂടി ക്ലിക്ക് ചെയ്ത് വെച്ചാൽ ഞാൻ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കത് മിസ് ചെയ്യാതെ കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇനി അടുത്തൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.